മാമ, ഞാൻ മടുത്ത്, എനിക്കിനി ജീവിക്കണ്ട. നിനക്ക് മടുക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞില്ല അവന്റെ പുറകെ പോരെന്ന് പറഞ്ഞില്ലായിരുന്നോ? എനിക്കിപ്പോ മനസ്സിലായി മാമ. അങ്ങേർക്ക് കുറച്ച് ദിവസമായിട്ടേ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല മാമ. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് മാമ. അത് നമുക്ക് കണ്ടുപിടിക്കണം മാമ. നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം വല്ലതുണ്ടോ? അന്നൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയി. അതിനുശേഷം 24 മണിക്കൂറും ആ വാട്സപ്പില് ഗ്രൂപ്പില് ചാറ്റോട് ചാറ്റ്. മോളെ വേറെ കാര്യം ഞാൻ പറയട്ടെ. 5 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം തരണം. പാഞ്ചോർ 5. ആദ്യ ചോദ്യം, മോളെ ഈ മോള് രാവിലെ ചായ കൊണ്ടുവിടുന്ന സമയത്തെ നമ്മൾ ആ സമയത്ത് ഫോണിൽ ചാറ്റ് ചെയ്തിരിക്കുകയായിരിക്കല്ലോ. ആ സമയത്ത് അവന്റെ നിലപാട് എങ്ങനെയാണ്? ഞാൻ ചായ കൊണ്ട് കൊടുക്കുമ്പോ ആ ചായ മാറ്റി വെച്ചിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. നമ്പർ 2, മോളെ മാമൻ ചോദിക്കാൻ പാടില്ലെങ്കിലും ചോദിച്ചു പോയാ, അതായത് മോള് രാത്രി ബെഡ്റൂമിൽ കിടക്കുമ്പോഴേ അവൻ എങ്ങനെ അടുത്ത് കിടക്കുമോ അതോ ദൂരെ മാറി തിരിഞ്ഞു കിടക്കും? അത് ദൂരെ മാറി തിരിഞ്ഞു കിടക്കും. അടുത്ത നമ്പർ 3, അടുത്ത ചോദ്യമാണ് പ്രധാനമായ ചോദ്യം. മോളെ ഈ അവന് ഈ ഫോൺ വരത്തില്ലേ, മോളോട് തൊട്ടടുത്തേക്ക് ഫോൺ വരത്തില്ലേ, ഈ സമയത്ത് അവൻ മാറി എന്ന് ഈ സർക്കാർ പൈപ്പിൽ വെള്ളം വരുന്നതൊക്കെ സംസാരിക്കാറുണ്ടോ? അതെന്തോ ഈ സർക്കാർ പൈപ്പിൽ വെള്ളം വരുന്ന പോലെ അങ്ങനെ അവൻ സംസാരിക്കാറുണ്ടോ? ഉണ്ട് മാമ, ഉണ്ട്. ഇനിയാണ് പ്രധാനമായ മറ്റൊരു ചോദ്യം. മോളെ ഈ മോള് തമാശ പറയുമ്പോഴേ അവൻ ചിരിക്കാറുണ്ടോ? ഇല്ല മാമ, ഇല്ല. പണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു, ഇപ്പൊ ചിരിക്കേ ഇല്ല. നമ്പർ 4, മോളെ ഈ അവന്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോ അവന്റെ സമീപനൊക്കെ എങ്ങനെയാ ഇവിടെ ഉള്ള മറ്റുള്ള ആൾക്കാർ വരുമ്പോ? നമ്മളെയൊന്നും ആരും മൈൻഡ് ചെയ്യൂല. നമ്പർ 5, മോളെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില്, അതായത് ഒരു 69 ഓണം ഉണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാ. മാമ ഇപ്പൊ എത്ര വയസ്സായി? 70 വയസ്സ്. അപ്പൊ 1 വയസ്സ്? അന്ന് എനിക്ക് പനിയായിരുന്നു മോളെ. ഞാൻ കഞ്ഞിയായിരുന്നു, വീട്ടിൽ പൊടിയൊരു കഞ്ഞി കുടിച്ചു. ഈ 69 ഓണം ഉണ്ടന്റെ വെളിച്ചത്തിൽ പറയാ അവൻ എന്തോ രഹസ്യ ബന്ധമുണ്ട്. എനിക്ക് ഇതേ സംശയം തോന്നി മാമ, എന്തോ രഹസ്യ ബന്ധമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കുടുംബം കലക്കാൻ വേണ്ടി അല്ല മാമ വന്നിരിക്കുന്നത്, അത് മനസ്സിലാക്കണം മോള്. പിന്നെ അവന്റെ റൂമില്ലേ, പഴയ റൂം ഒന്ന് വൃത്തിയാക്കി ഇപ്പൊ കിട്ടിയ ഒരു പഴയ ഓട്ടോഗ്രാഫ് കത്തിക്കരിഞ്ഞു പോയി. ഒന്നും വ്യക്തതയില്ല, എങ്കിലും ഒരു പേജിലൊരു കുറച്ച് വാക്കുകൾ വ്യക്തതയാ. നോക്കൂ, വിശാല മനസ്സേ, വിരോധം അരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഈ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്തോ ധ്വനിയില്ലേ? ധ്വനിയുണ്ട്. വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. മാമ, വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ അവനെന്തോ ഒരു രഹസ്യ ബന്ധമുണ്ട്. അതായത് ഇത് വ്യക്തതയില്ല മോളെ, ഒരു വ്യക്തത ഉണ്ടോ? ഒരു എം ആണ്, ബാക്കി വ്യക്തതയില്ല, കരിഞ്ഞുപോയി. എം. അപ്പൊ നമ്മള് എമ്മില് ആരോ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആരോ ഉണ്ട്, അവളെ പിടിക്കണം. പിന്നെ മാമരാജ് ചോദിക്കട്ടെ, മോളിങ്ങനെ നിന്നാ പോരാ, മോൾ അഭിനയിക്കണം, സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് അവരെ വശീകരിക്കണം. എന്നിട്ട് പറയണം അവരെ കൊണ്ട് ഈ വീട്ടിൽ വരാൻ പറയണം, ഹോട്ടലിൽ വേണ്ട ഇവിടെ വരാൻ പറയണം. അപ്പോ നമ്മൾ ആ കള്ളിയെ പിടിക്കും.